വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ആ സംഭവം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദ്. അല്ലാഹുവേ, ഞാൻ ഇവിടെ താമസമാക്കിയിരിക്കുന്നു. എന്റെ ഭാര്യ, എന്റെ മക്കൾ, അവരെ നമ്മൾ താമസമാക്കിയിരിക്കുകയാണ്. ബിവാദി, ഒരു താഴ്വരയിൽ. ഇവിടെ കൃഷി വസ്തുക്കളൊന്നും ലഭ്യമല്ല, കൃഷിയുടെ മല്ല ഇത്, ധാന്യങ്ങളൊന്നും ലഭ്യമല്ല, പഴങ്ങളൊന്നും ലഭ്യമല്ല. അങ്ങനെയുള്ള ഒരു താഴ്വരയിൽ ഞാൻ എന്റെ മകനെയും എന്റെ ഭാര്യയും താമസമാക്കിയിരിക്കുകയാണ്. താഴ്വര എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധമായ കഅബ ശരീഫും അതിന്റെ മുറ്റം എന്ന് പറയുന്ന മത്താബും, അവിടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് നമ്മൾ പടികൾ താഴേക്ക് ഇറങ്ങിച്ചിടണം. ചുറ്റുഭാഗത്തും മലകളാണ്. ആ വിധത്തിൽ ഒരു താഴ്വര തന്നെയാണ് പരിശുദ്ധമായ കഅബാലയം നിലകൊള്ളുന്ന സ്ഥലം. എന്റെ ബൈത്തുൽ മുഹറം, പരിശുദ്ധമായ നിന്റെ കഅബയുടെ സമീപത്ത് ഞാനിതാ എന്റെ ഭാര്യയും എന്റെ കുഞ്ഞിനെയും താമസമാക്കിയിരിക്കുകയാണ്. റബ്ബനാ യുഖീമുസ്സലാം. എന്തിനു വേണ്ടിയാണ്? വരും തലമുറ ഭാവിയിൽ ഇവിടെ നമസ്കാരം നിലനിർത്താൻ വേണ്ടി. എന്നിട്ട് മഹാനവറുകളുടെ പ്രാർത്ഥന നടത്തുകയാണ്. ജനമനസ്സുകളെ ഈ ഭാഗത്തേക്ക് നീ തിരിച്ചുവിടണമേ തമ്പുരാനെ. ജനമനസ്സുകളെ ഈ ഭാഗത്തേക്ക് നീ തിരിക്കണമേ. അവരുടെ മനസ്സിന് മുഴുവൻ നിങ്ങൾക്ക് ആഗ്രഹിപ്പിക്കണമേ. മാത്രമല്ല, ഇവർക്ക് നീ കായികനികളിൽ നിന്നും ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച സംഭവം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റബ്ബിന്റെ കൽപ്പന പ്രകാരം കുടുംബത്തെ മക്കയിൽ താമസിപ്പിച്ച് ഇറാഖിലെ ബാബിലോണിയയിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഹാജറ ചോദിച്ച സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ചരിത്രം പറയുകയില്ല. മഹദി അവർ ചോദിക്കുന്നു, ഇല്ല ഓ ഭർത്താവ് ഇബ്രാഹിം, അങ്ങയോട് ചോദിക്കട്ടെ, അങ്ങ് ഞങ്ങളെ ആരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്? ഒരു സ്ത്രീയുടെ ചോദ്യമാണ്. ഒരു സ്ത്രീയാണ് ചോദിക്കുന്നത്. പരിചയമില്ലാത്തൊരിടം, മനുഷ്യ വാസമില്ലാത്തൊരിടം, മരുഭൂമി, ഒരിത്ത് വെള്ളം പോലും കിട്ടാനില്ലാത്ത ഒരു പ്രദേശം. ഇവിടെ എന്നെയും എന്റെ കുഞ്ഞിനെയും തനിച്ചാക്കിയിട്ട് അങ്ങ് പോകുന്നല്ലോ. ആരെ ഏൽപ്പിച്ചിട്ടാണ് അങ്ങ് പോകുന്നത്? ഞങ്ങളുടെ ഭക്ഷണം കാര്യങ്ങൾ ആരെ ഏൽപ്പിച്ചു? ഞങ്ങളുടെ വെള്ളം അത് ആരെ ഏൽപ്പിച്ചു? ഈ ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇത് തഫ്സീറുൽ തിബ്രിയുടെ ഇബാറത്താണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ്. മാനവകൾ തിരിഞ്ഞു നോക്കിയില്ല, ഒരു മറുപടിയും പറയാനില്ല. അതൊരു പക്ഷേ മറുപടി ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാകാം. എന്താ ചോദിക്കും മറുപടി പറയുന്നത്? വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഭാര്യയും സ്വന്തം കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. മറുപടി ഒന്നോട് പറയാനില്ല, അല്ലെങ്കിൽ പറയാൻ അല്ലാഹുവിന്റെ അനുവാദമില്ലായിരിക്കാം. അങ്ങനെ മടങ്ങിപ്പോകാനാണ് കേൾക്കാത്ത വണ്ണം. ആ ചോദ്യത്തിന് മുന്നിൽ ഒരു മറുപടിയും കൊടുക്കാതെ മഹാനവറുകൾ തിരിഞ്ഞു നടക്കുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, അല്ലാഹുവാണോ ഇതുകൊണ്ട് അങ്ങയോട് കൽപ്പിച്ചതല്ല, അങ്ങയുടെ ഇഷ്ടപ്രകാരം ചെയ്യുകയാണോ? അതിന് മാത്രം മറുപടി അതെ, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. കാലത്ത് ആ മഹദി പറയുന്നു, ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനയാണെങ്കിൽ അവൻ ഞങ്ങളെ പാഴാക്കുകയില്ല, അവൻ ഞങ്ങളെ കൈവിടുകയില്ല, അവൻ ഞങ്ങളെ കൈയൊഴിയുകയില്ല. ഇത് ഈ പോയിന്റ് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്. നമ്മളെല്ലാവരും ചിന്തിക്കണം പ്രിയമുള്ള സഹോദരന്മാരെ. പരീക്ഷണങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരുമ്പോൾ, ജീവിതത്തിൽ നമ്മൾ ആടി ഉലഞ്ഞു പോകുമ്പോൾ, നമ്മുടെ നാവിൽ നിന്നും ഉണ്ടാകേണ്ട, മനസ്സിൽ നിന്നും വരേണ്ട ഒരു വാചകമാണ് ഇതെല്ലാം ആരെല്ലാം കൈവിട്ടാലും അല്ലാഹു കൈവിടുകയില്ല.